വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നു 2 വർഷം കഴിഞ്ഞ് മതി ഞങ്ങൾക്ക് മക്കൾ എന്നുള്ളത്. ഈ 2 വർഷം ഞങ്ങൾക്ക് പ്രണയിക്കാനുള്ളതായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞുവാവ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രണയത്തെ തകർക്കുമെന്ന് ഞങ്ങൾ ഒരുപോലെ ഭയന്നു. 1 വർഷം പിന്നിട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. 1 വർഷമായില്ലേ, ഇതുവരെ കുഞ്ഞുങ്ങളായില്ലേ എന്നുള്ളത്. അന്ന് ഞങ്ങൾ 2 പേരും നെഞ്ചു വിരിച്ച് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമായിട്ടില്ലെന്നും 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇത് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമാണെന്നും. കുഞ്ഞുങ്ങളിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എൻ്റർടൈൻമെൻറ്റ്, എന്ത് രസമാണുള്ളത്. ജീവിതത്തിൻ്റെ രസങ്ങളെല്ലാം പോയില്ലേ, ഈ ഒരു സമയത്തല്ലേ പ്രണയിക്കാൻ പറ്റുകയുള്ളൂ, ഈ ഒരു സമയത്തല്ലേ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞങ്ങൾ അള്ളാനെ മറന്ന് പറയാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞ് എന്നുള്ള ആഗ്രഹം ഞങ്ങളിൽ തന്നെ മുട്ടിട്ടത്. അന്നു മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പരിശ്രമം തുടങ്ങി. പക്ഷേ അവിടെ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചില്ല. ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ദൈവത്തിന് തോന്നി ഞങ്ങൾക്കിപ്പോൾ തരാനാവില്ല എന്നുള്ളത്. അന്ന് ദൈവം തരാനൊരുങ്ങിയപ്പം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചതിനുള്ള പ്രതികാരം വീട്ടിലാണോ എന്ന് ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു പോയ ദിവസങ്ങളും ഞങ്ങളുടെ ഇടയിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ 1 വർഷം കൂടെ മുന്നോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് നെഞ്ചിടിപ്പിൻ്റെ കാലമായിരുന്നു. പ്രാർത്ഥനകളും നേർച്ചകളും ചികിത്സകളുമായി മുന്നോട്ട് 1 വർഷം കൂടെ പോയി. അങ്ങനെ 4 വർഷം മക്കളില്ലാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് പെട്ടെന്നുണ്ടായൊരു തലകറക്കവും ഛർദിലൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത ഞങ്ങളെ തേടി വന്നത്. അത് ഞങ്ങൾക്ക് ഈ ഭൂലോകം കീഴടക്കിയ സന്തോഷം തന്നെയായിരുന്നു. കാരണം അത്രത്തോളം പരിഹാസം ഈ കഴിഞ്ഞ 2 വർഷത്തോളം ഞങ്ങൾ കേട്ടു. ആദ്യത്തെ 2 വർഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറഞ്ഞതിന് മാത്രം ഈ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരുന്നു. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒന്നടങ്കം ഞങ്ങളെ കുറ്റം പറിച്ചു തുടങ്ങിയിരുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമുള്ള വാക്കുകൾ കൊണ്ടായിരുന്നു അവർ കുത്തി നോവിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, പൂർണ്ണ റെസ്റ്റ് അത്യാവശ്യമാണെന്നും റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നും. ഞാൻ ബെഡിൽ നിന്നും അനങ്ങാതെയുള്ള 3 മാസങ്ങൾ. 4-ാം മാസമായപ്പോൾ ഞാൻ ഇത്രയേറെ ശ്രദ്ധിച്ചിട്ടും എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആദ്യത്തെ എൻ്റെ മരണമായിരുന്നു അത്. ഞാൻ മരിച്ചതിന് തുല്യമായിരുന്നു എൻ്റെ കുഞ്ഞെൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയപ്പോൾ. ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നു പോയി. പക്ഷേ ദൈവം അപ്പോഴും എന്നെ കൈവിട്ടില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗർഭിണിയായി. അതെന്നെ വളരെ സന്തോഷിപ്പിച്ചു. അന്നു മുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് ജീവനോടെ ആരോഗ്യത്തോടെ തരണമേ റബ്ബേ എന്ന് പറഞ്ഞ് 5 വക്തിലും ഞാൻ മനമുരുക്കി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പോയ തെറ്റുകൾക്കും ചെയ്തു പോയ കുറ്റങ്ങൾക്കും അള്ളാഹുവിനോട് മാപ്പിരുന്നു കൊണ്ടേയിരുന്നു. പക്ഷേ വിധി അവിടെയും എന്നെ തോൽപ്പിച്ചു. 4-ാം മാസം വീണ്ടും ഈ കുഞ്ഞിനെയും എനിക്ക് നഷ്ടപ്പെട്ടു. അതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എൻ്റെ മാനസിക നില ആകെ തെറ്റാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് 1 വർഷം പിന്നിട്ടപ്പോൾ വീണ്ടും ഞാൻ ഗർഭിണിയായത്. ഇത് വളരെയധികം ശ്രദ്ധാപൂർവം മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടിയ ദിനങ്ങളായിരുന്നു. 4 മാസം പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ വിട്ടത്. കാരണം എനിക്ക് ഭയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് 3 മാസം വീട്ടിൽ തന്നെ പൂർണ്ണ റെസ്റ്റ്. പക്ഷെ വീണ്ടും വിധി ഞങ്ങളെ ചതിച്ചു. 7-ാം മാസത്തിൽ പ്രസവവേദന അനുഭവിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തു. ഡെലിവറി നടന്നത് 7-ാം മാസത്തിലായത് കാരണം കുഞ്ഞിന് വേണ്ടത്ര വളർച്ചയില്ല എന്നും പറഞ്ഞ് കുഞ്ഞ് ICUവിലായിരുന്നു. വളർച്ച എത്താത്ത കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ മാറോട് ചേർത്തപ്പോൾ എൻ്റെ നെഞ്ചിലെ സുഖം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷെ അതധികം നാൾ എനിക്ക് കിട്ടിയില്ല. എൻ്റെ നെഞ്ചിൽ ആ ചൂടെൻ്റെ കുഞ്ഞിന് പകരാൻ അധികം എനിക്ക് സാധിച്ചില്ല. എൻ്റെ കുഞ്ഞിനെ ദൈവം അങ്ങ് തിരിച്ചെടുത്തു. ആകെ 1 മാസത്തിൻ്റെ അടുത്ത് മാത്രമേ എൻ്റെ പൊന്നുമോനെ എനിക്ക് നെഞ്ചോട് ചേർക്കാൻ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ദൈവം അവനെ തിരിച്ചു കൊണ്ടുപോയി. അതെനിക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. 2 വർഷം ഞങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാന്ന് വെച്ച കുഞ്ഞിനെ ഇന്ന് 12 വർഷം കാത്തിരുന്നിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. അന്ന് ആ ഒരു തീരുമാനമെടുത്തത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇനിയൊരു കുഞ്ഞെനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിനി ഇക്കാൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത്രയേറെ ഞാൻ വിഷമിച്ചു. ഇക്കാക്കും നല്ല വിഷമമുണ്ട്.
വീട്ടിൽ നിന്നും പലതരത്തിലുള്ള ഫോഴ്സും ഇക്കാക്ക് വന്നുകൊണ്ടിരുന്നു. അവർക്ക് അവരുടെ കുടുംബം, അവരുടെ പരമ്പര നിലനിർത്താൻ ഒരു കുഞ്ഞ് അത്യാവശ്യമാണ്. അതിന് ഇക്കാൻ്റെ അടുത്ത് മറ്റൊരു വിവാഹം കഴിക്കാൻ വരെ അവരാവശ്യപ്പെട്ടു. പക്ഷെ ഇക്കാക്കത് സമ്മതമല്ലായിരുന്നു. ഇക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ നെഞ്ച് പൊട്ടുകയായിരുന്നു. ഇനി എത്ര നാൾ ഞാൻ എൻ്റെ ഇക്കാനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാൻ എനിക്ക് കഴിയും? ഒരു കാലത്ത് ഇക്കാൻ്റെ മനസ്സും മാറിപ്പോവില്ലേ എന്നൊരു ഭയമായിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷെ ഇക്കാക്ക് എന്നെ ജീവനായിരുന്നു. ഞാനല്ലാണ്ട് വേറൊരു പെണ്ണിക്കാൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഇക്ക ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. എന്നാലും എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ കാരണം, എൻ്റെ എന്തോ പ്രശ്നം കാരണമല്ലേ ഇക്കാക്കൊരു കുഞ്ഞിനെ കിട്ടാതെ പോയത് എന്നായിരുന്നു എൻ്റെ വിഷമം. ആ വിഷമമെല്ലാം ഇക്കാൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മാറിക്കിട്ടും. ഇങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ഗർഭിണിയായി. അത് സന്തോഷിക്കാൻ എനിക്ക് വകയില്ലായിരുന്നു. കാരണം എനിക്ക് ഭയമായിരുന്നു. ഞാൻ സന്തോഷിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. 5-6 പ്രസവത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗർഭിണിയായി കഴിഞ്ഞു. ഇതിൽ ഒരു പ്രസവവും കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിന് ഒരൊറ്റ മാസം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ മൃതശരീരം കൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. ഇനി വീണ്ടും ഒരു കുഞ്ഞിൻ്റെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഗർഭകാലം എനിക്ക് സന്തോഷമായിരുന്നില്ല, എനിക്ക് ഭയമായിരുന്നു. എന്നാലും എൻ്റെ ഗർഭകാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു 3 മാസം കഴിയുന്നത് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. 3 മാസം കഴിഞ്ഞതിന് ശേഷം പലതരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഛർദിൽ നിൽക്കാതെ വരാൻ തുടങ്ങി. എന്താണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഛർദിലും തലകറക്കം, ബോധം കെടൽ, ഇങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളില്ല. ഡോക്ടർ തന്നെ പറഞ്ഞു ഗർഭിണികൾക്ക് ഇത് സാധാരണമാണെങ്കിലും ഇതിലൊരു അസാധാരണ കാണുന്നുണ്ടെന്നും പറഞ്ഞ് എന്തെല്ലാമൊക്കെയോ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി എന്നെ. ആ ടെസ്റ്റിൽ നിന്നുമാണ് ഷോക്കിംഗ് ആയ ആ വിവരം ഞങ്ങൾ അറിഞ്ഞത്. എൻ്റെ വയർ ഒരു ക്യാൻസർ എന്ന മഹാരോഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ പ്രഗ്നൻസി ബുദ്ധിമുട്ടാണെന്നും ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകുമെന്നും ഡോക്ടർമാർ വാർണിംഗ് തന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അബോർട്ട് ചെയ്ത് കളയണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. പക്ഷേ ഞാനതിന് സമ്മതിച്ചില്ല. ഇക്ക എൻ്റെ കാല് പിടിച്ചപേക്ഷിച്ചു, ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി, എൻ്റെ മോള് നീയാണ്, നിൻ്റെ മോൻ ഞാനാണ്, നമുക്ക് നമ്മൾ മതി, ഈ ഒരു കുഞ്ഞ് വേണ്ടെന്ന് എന്നോട് കയ്യുമ്പോൾ കാല് പിടിച്ച് പറഞ്ഞു. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. എൻ്റെ ജീവൻ പോയിട്ടാണെങ്കിലും എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കണമെന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. എൻ്റെ ഇക്കാക്ക് ഒരു സമ്മാനമായിട്ട് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്ക് കൊടുക്കണമായിരുന്നു. അതിന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ജീവിതം തിരിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം, എൻ്റെ ഇക്കാൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. ഇത്രയായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം മാത്രം വെച്ചിട്ടാണ് ഈ 10 മാസം ഞാൻ മുന്നോട്ട് പോകുന്നത്. അവസാനം പ്രസവത്തിനായിട്ട് എന്നെ ലേബർ റൂമിൽ കയറ്റിയപ്പോഴും ഇക്കാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവർ ചോദിക്കും ഞാൻ വേണോ അതോ കുഞ്ഞ് വേണോ എന്ന്. ഇക്ക ഒരിക്കലും എന്നെ വേണമെന്ന് പറയരുത്, കുഞ്ഞിനെ വേണമെന്ന് തന്നെ പറയണമെന്നുള്ളത് ഞാൻ ഇക്കാൻ്റെ കൈ പിടിച്ച് കേണപേക്ഷിച്ചു. ഇക്ക പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇക്ക അങ്ങനെയേ പറയാവൂ, എനിക്ക് ഈ ജീവിതം വേണ്ട, ഈ കുഞ്ഞിനെ മാത്രം മതി. ഇക്കാക്ക് കുഞ്ഞിനെ തന്നിട്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ തയ്യാറാണ്. കുഞ്ഞെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ കുഞ്ഞിനെ ഈ 12 വർഷം ഇക്കാക്ക് എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നെനിക്ക് അതിന് കഴിയുമെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. അതുകൊണ്ട് ഇക്ക ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് പറയരുത്. 12 വർഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞ് ഭൂമി കാണുന്ന ഈ ഒരു ദിവസം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അതെന്തായാലും നടക്കണം. എനിക്കെങ്ങനെയായാലും ഇനി ജീവിതം എനിക്കധികമില്ല. ഈ ഭൂമിയിൽ എൻ്റേതെന്ന് പറയാൻ എനിക്കൊരു കുഞ്ഞിനെങ്കിലും ഇക്കാക്ക് സമ്മാനമായിട്ട് തന്നിട്ട് വേണം സന്തോഷത്തോടെ കണ്ണുകൾ അടക്കാൻ. എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അധികം ആയുസ് എനിക്കുണ്ടാവില്ല. ഈ ഒരു അവസാനത്തെ ആഗ്രഹമായിട്ടെങ്കിലും ഇക്കത് കണക്കാക്കണം. അവർ ചോദിക്കുമ്പോൾ എന്നെ കിട്ടിയിട്ടില്ലെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടണമെന്നവരോട് പറയണം. എന്നെ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നവരോട് പറയണം. ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഞാൻ എന്തായാലും അധികം ഉണ്ടാവില്ല. ഇക്ക ഒരിക്കലും
പ്ലീസ് നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് പറയരുത് എന്നും പറഞ്ഞ് ഞാൻ തേങ്ങി തേങ്ങി ഹിക്കാൻ്റെ കൈകൾ പിടിച്ച് കരഞ്ഞു. ഹിക്കാക്ക് ഒന്നും മറുപടി പറയാനില്ലായിരുന്നു. ഹിക്കാൻ്റെ കണ്ണീര് കണ്ടാണ്, ഹിക്കാൻ്റെ ഏങ്ങിയടിച്ചുള്ള കരച്ചിൽ കേട്ടാണ് ഞാൻ ലേബർ റൂമിലേക്ക് പ്രവേശിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എനിക്ക് അനസ്തേഷ്യ തന്നു. എൻ്റെ ബോധം എനിക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഡോക്ടറോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മാത്രമായിരുന്നു: എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞിനൊരു നോക്കെനിക്ക് കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കുമോ എന്നറിയില്ല. ഈ മയക്കത്തിൽ നിന്നും ഞാൻ ഇനി ഉണരുമോ എന്നെനിക്കറിയില്ല. അത് ഡോക്ടർമാർക്ക് പോലും തീർച്ചയില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനായി എൻ്റെ കണ്ണുകൾ അടച്ചു. അങ്ങനെ 12 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമായി. എനിക്ക് ഒരു പൊന്നുമോൾ പിറന്നു. എൻ്റെ പൊന്നുമോളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കണ്ണുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അത് മോളാണെന്ന് അവർ പരസ്പരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് എൻ്റെ സന്തോഷമായി എൻ്റെ മനസ്സ് നിറഞ്ഞൊഴുകയായിരുന്നു. പക്ഷെ എൻ്റെ മോളെ ഒരു നോക്ക് കാണാൻ കണ്ണുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനസ്തേഷ്യ തന്നതുകൊണ്ടാവാം എൻ്റെ കണ്ണുകൾ ഇങ്ങനെ മൂടിക്കിടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എൻ്റെ കണ്ണുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ എനിക്ക് തുറക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്നെ അവർ ഈ റൂമിൽ നിന്നും പുറത്തു കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഇക്ക മോളെയും കെട്ടിപ്പിടിച്ചുള്ള ഇക്കാൻ്റെ കരച്ചിൽ അതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാലും ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ ഇക്കാക്ക് ഒരു പൊന്നുമോളെ സമ്മാനിച്ചാണ് ഈ ലോകത്തോട് എനിക്ക് വിട പറയാൻ കഴിഞ്ഞത്. അതിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ്. ആദ്യത്തെ 2 വർഷം മക്കൾ വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ ശിക്ഷയാവാം. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു. ഒരുപാട് പേർ ഇങ്ങനെ തീരുമാനമെടുത്ത് വിഷമിക്കുന്നവർ എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തേ അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ദൈവം തരാൻ വിചാരിച്ച കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നമ്മളാര്? അങ്ങനെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാവാം ഈ ശിക്ഷ എന്ന് ഞാൻ മനസ്സിലോർത്തു. എനിക്കെൻ്റെ മോളെ തൊടാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇക്കാൻ്റെ നെഞ്ചത്തവൾ ചേർന്ന് കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവളൊന്ന് തൊട്ട് നോക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അവളുടെ മുഖവിളത്ത്, ആ കുഞ്ഞിക്കവിളത്ത് ഒരു ചുംബനം നൽകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനും പോലും എനിക്ക് സമയം തന്നില്ലല്ലോ. പക്ഷെ എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ടാണോന്നറിയില്ല, ഇക്ക അവളുടെ കുഞ്ഞി ചുണ്ടുകൾ എൻ്റെ കവിളത്ത് വെച്ച് തന്നു. അതിൻ്റെ ഒരു മധുരം, അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയായിരുന്നു. ആ സന്തോഷത്തിൻ്റെ നിറവിൽ ഞാനിന്ന് ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു പോവുകയാണ്. ഇനി എൻ്റെ ഇക്കാക്ക് സന്തോഷിക്കാൻ അവളുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനില്ലേലും എനിക്കെൻ്റെ മോളെ ഇക്കാക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞല്ലോ. ഞാനിനി ജീവിച്ചിരുന്നേലും ഇക്കാക്ക് അതൊരു ഭാരമാകുമായിരുന്നു. ഇനി എൻ്റെ ഇക്ക സന്തോഷത്തോടെ അവളുമൊത്ത് ജീവിക്കട്ടെ. എൻ്റെ ഇക്കാൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടാവാൻ ഒരു പൊന്നുമോളെ നൽകിയിട്ടല്ലേ ഞാനീ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പോയി. ഇനി ഒരിക്കലും ഈ ലോകത്തേക്ക് വരാത്ത ലോകത്തേക്ക് ഞാൻ യാത്രയായി. ശുഭം. ഇന്നത്തെ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആവാൻ പറയാം. അപ്പം നമ്മുടെ ഫാമിലി ബിഗ് ഫാമിലി ആവട്ടെ. അപ്പോൾ ഗിവവേകളെ കുറിച്ച് മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇന്നത്തേക്ക് ഞാൻ വിട പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെൽസ മുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.